ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം വെള്ളിയാഴ്ചയാണ്. അന്ന് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്. സ്വഹാബാക്കൾ ചോദിച്ചു, അങ്ങ് നുരുമ്പിപ്പോയിട്ടുണ്ടാവൂലേ നബിയെ? മണ്ണിനോട് ചേർന്ന് പോയിട്ടുണ്ടാവൂലേ? പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് നിങ്ങൾക്ക് വെളിവാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രവാചകന്മാരുടെ ശരീരം ഭൂമിക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന്. വിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് ആ സ്വലാത്തിൻ്റെ ദിവസമാണ്. അത് സാധാരണ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലാറുണ്ടെങ്കിലും വെള്ളിയാഴ്ച അത് വർദ്ധിപ്പിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താല്പര്യപ്പെടുന്നത്. അതുതന്നെ റമദാൻ മാസത്തിലും കൂടെയാകുമ്പോൾ അതിൻ്റെ പുണ്യവും സാധ്യതയും അതിൻ്റെ പ്രതിഫലത്തിൻ്റെ വർധനവും നമുക്ക് അളക്കാവുന്നതിലും അപ്പുറമാണ്. അതിനാൽ ഇന്നത്തെ പകൽ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന ഒരു സ്വലാത്തിന് 10 ഗുണങ്ങൾ സാധാരണ ദിവസങ്ങളിൽ കിട്ടും. റമദാനാകുമ്പോൾ പിന്നെ അതിൻ്റെ ശതമാനത്തിൻ്റെ വർധനവ് എത്രയാണ് എന്ന് ഊഹിക്കാൻ കഴിയില്ല. അത്രമാത്രം റബ്ബ് തആല നമ്മിൽ നിന്നത് കബൂലാക്കുകയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കണക്കില്ലാത്ത ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. സാധാരണയിൽ ഒരൊറ്റ സ്വലാത്തിന് 10 ഗുണങ്ങൾ ലഭിക്കുമെന്നും 3 ദുന്യാവിൽ വെച്ച് അള്ളാഹു തആല നിറവേറ്റി തരുമെന്നും 7 ആഖിറത്തിലെ ആവശ്യത്തിലേക്ക് മാറ്റിവെച്ചതാണെന്നും പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. എങ്കിൽ വിശുദ്ധ റമദാനിൽ നാം അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ ദുന്യാവിൽ നിന്ന് തന്നെ വളരെയധികം ലഭിക്കും. അതിൻ്റെ വീണ്ടും 7 ഇരട്ടി പരലോകത്ത് വെച്ചിട്ട് വേറെയും കിട്ടും. അപ്പോൾ സ്വലാത്തിനെ നന്നായി വർദ്ധിപ്പിക്കുക. ആ സ്വലാത്തുകൾ പെരുപ്പിച്ച ശേഷം അള്ളാഹുവിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ദുന്യാവിൻ്റെതോ ആഖിറത്തിൻ്റെതോ ആവട്ടെ, അള്ളാഹു തആല അത് കബൂലാക്കും. അതിന് പറ്റിയ മാസമാണ് റമദാൻ, പറ്റിയ ദിവസമാണ് വെള്ളി. പ്രത്യേകിച്ച് ജുമുഅൻ്റെ സമയം വളരെയധികം നമ്മൾ ദിക്റിലും ദുആയിലും ഖുർആൻ പാരായണത്തിലും സ്വലാത്തിലും മുഴുകുക. ഖുതുബ നിർവഹിക്കാൻ തുടങ്ങിയാൽ ഖതീബിനെ നല്ലവണ്ണം ശ്രദ്ധിക്കുക. പള്ളിയുടെ ചുമരിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഇരുന്ന് ചുമരിലും തൂണിലും ചാരി മൊബൈലിൽ തോണ്ടി സമയം കളയുകയോ ഖുതുബയിൽ അശ്രദ്ധവാന്മാരാവുകയോ ചെയ്യരുത്. പള്ളിയിൽ വന്നാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച് സ്വഫായി ഖിബ്ലക്ക് മുന്നിട്ട് ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുക. സ്വലാത്ത് ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുക. നമ്മൾ റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഖതീബ് മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുക. ഖുതുബ കഴിഞ്ഞ് നിസ്കാരത്തിൽ ഏർപ്പെടുക. ആ നിസ്കാരവും കഴിഞ്ഞാൽ ദിക്ർ സ്വലാത്തൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇമാമ് എഴുന്നേൽക്കുന്നത് വരെ സ്വഫിൽ നിന്ന് മുന്നോട്ട് നീങ്ങുകയോ പിന്നോട്ട് നീങ്ങുകയോ ചെയ്യാതെ ഖിബ്ലക്ക് തന്നെ തിരിഞ്ഞിരുന്നു കൊണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടത്. ഒടുവിൽ പള്ളിയിലെ ഇമാമിന് നമ്മോട് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി അവിടെ പള്ളിയിൽ ഇരുന്ന് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ഈ വർഷത്തെ റമദാൻ എല്ലാ നിലയിലും അതിൻ്റെ ആദരവ് വകവച്ച് നൽകിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ സമയവും കഴിഞ്ഞു പോകുന്നത്. ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എല്ലാവരുടെയും ദുന്യാവും ആഖിറവും സലാമത്തായി കിട്ടുമായിരുന്നു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.